നിങ്ങൾക്ക് പിഴവ് പറ്റി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ ശ്രീ ജിൻഡോ ജോൺ. പിഴവ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും പറ്റിയിട്ടുണ്ടല്ലോ എന്നൊരു വാദം നിങ്ങൾക്ക് ഉന്നയിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ആദായ നികുതി ടാക്സ് അടക്കേണ്ടതില്ല, അതിൽ എക്സംഷൻ ഉണ്ട് എന്നൊരു വാദമുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ചില കണക്കുകൾ IT വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്. ആ വീഴ്ച പറ്റിയത് കൊണ്ടാണ് നിങ്ങൾ 2 തവണ ഹൈക്കോടതിയിൽ പോയിട്ടും അവിടെ ഹർജി തള്ളിപ്പോയത്. അപ്പോൾ ആ വീഴ്ചയിൽ നിങ്ങൾക്ക് ഇനി എന്താണ് വഴി മുന്നിൽ? സ്മൃതി, അതിൽ കുറച്ച് ഭാഗം ശരിയാണ്, കുറച്ച് നമ്മൾ ക്ലാരിറ്റി ആവശ്യമുള്ളതുമാണ്. ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. സാങ്കേതികമായിട്ടാണെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല, സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് എന്താ, രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അതിന് തൊട്ട് മുമ്പും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ നോട്ടീസുകൾ അയക്കുന്നത് ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ എന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കൾ തന്നെ BJPയുടെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം, അദ്ദേഹം അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല. ഇപ്പൊ കോൺഗ്രസിന് 14 ലക്ഷം രൂപയുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 14 ലക്ഷം രൂപയുടെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി പ്രശ്നത്തിൽ കോൺഗ്രസിന് 106% എന്ന് വെച്ചാൽ 135 കോടി രൂപയുടെ ഫൈൻ ഈടാക്കി പിടിച്ചെടുത്തു. അതേ കാലഘട്ടത്തിൽ BJPയുടെ 42 കോടി രൂപയുടെ ഫൈൻ ഇവർ ഈടാക്കുന്നില്ല. അത് മാത്രം ഏകദേശം കോൺഗ്രസിനോട് കാണിച്ച മാനദണ്ഡമാണെങ്കിൽ അത് പ്രകാരം ഏകദേശം 4700ഓളം കോടി രൂപ ഫൈൻ അടപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നോട്ടീസ് BJPക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? അത് BJPയുടെ പ്രതിനിധി പറയണം. രണ്ടാമത്തത്, ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം 10,000 കോടി രൂപ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ PM കെയേഴ്സ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഒരാൾക്ക് പോലും ഒരു വിവരങ്ങളും ലഭ്യമല്ലാത്ത രീതിയിൽ ചൈനീസ് കമ്പനികളിൽ നിന്നടക്കം 10,000 കോടി BJPയിലേക്ക് എത്തുന്ന സാഹചര്യം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഒഴുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രം IT ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നോട്ടീസ് അയക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും പണം പിടിച്ചെടുക്കുകയും വീണ്ടും നോട്ടീസ് അയച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ തുടങ്ങി ലോകത്തെ വിവിധ രാജ്യങ്ങൾ, ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഇതിനെ സാഹൂതം നോക്കിക്കാണുകയാണ്, ആശങ്ക അറിയിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. BJP ഏകപക്ഷീയമായിട്ട് അവർക്ക് ജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ ഭയത്തിൽ നിന്നാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. എന്തൊക്കെ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിച്ചു, ഇതെല്ലാം നടത്തിയിട്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ജനാധിപത്യ ചേരി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ് സാമ്പത്തികമായി കൂടി പ്രതിപക്ഷ ചേരിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെതിരെ വന്നത് മാത്രമല്ല, CPI എന്ന് പറഞ്ഞൊരു പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ പിഴ ഈടാക്കുന്ന നോട്ടീസ്. അതിൽ എന്താ പറയുന്നത്, അവര് കൊടുത്ത പാൻ കാർഡുമായി ബന്ധപ്പെട്ട പാൻ കാർഡിലെ ക്ലാരിറ്റിയാണ് പ്രശ്നം. ഒരു പാൻ കാർഡിന്റെ കോപ്പി അതിന്റെ നമ്പർ കൊടുക്കുന്നതിന്റെ ക്ലാരിറ്റിയുടെ പ്രശ്നത്തിൽ അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈടാക്കുമ്പോൾ ആ പാർട്ടിയോട് പോലും ഈ സമീപനമാണെങ്കിൽ കോൺഗ്രസിനോട് ഇവർ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ശക്തി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ ഇല്ലായ്മ ചെയ്യാനുള്ള BJP അജണ്ട നടപ്പാക്കുന്ന ഒരു ഘടകകക്ഷി, NDAയുടെ ഘടകകക്ഷിയായിട്ട് മാത്രമേ നമുക്ക് ഈ IT ഡിപ്പാർട്ട്മെന്റിനെ കാണാൻ പറ്റൂ. EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്നു, ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നു. IT ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ ചേരിക്കെതിരെ നോട്ടീസ് അയക്കുന്നു, പണം പിടിച്ചടക്കുന്നു, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സമസ്ത മാർഗങ്ങളും നോക്കിക്കൊണ്ട് പ്രതിപക്ഷ ചേരിയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.